ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? രാവിലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പട്ടി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ പേര് അപ്പു എന്നാണ്. പിന്നെ ആമ്പൽക്കുളത്തിൻ്റെ അടുത്തൊക്കെ പോയപ്പോഴത്തേക്ക് അവരോർത്ത് ഞാൻ തീറ്റിയിടാൻ വന്നതാണെന്ന് ഓർത്ത് ഓടി വരുവാണ്. സത്യത്തിൽ ഞാൻ തീറ്റിയിടാൻ പോയതല്ല. ഞാനിങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ ഒരു മെയ് മാസപ്പൂവ്, നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഏപ്രിൽ അവസാനം മെയ് ആദ്യമൊക്കെ കാണുന്നൊരു പൂവാട്ടോ അത്. നിങ്ങളുടെ അവിടെ ഇതിനൊക്കെ എന്താ ഈ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്നാൽ രാവിലത്തേക്കുള്ള തോരനുള്ള ബീൻസൊക്കെ പറിച്ചേക്കാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ വലിയൊരു എന്താ പറയുക സന്തോഷമുള്ള കാര്യം. കാരണം നമ്മൾ നട്ടു വളർത്തിയ ചെടിയിൽ നിന്ന് നമുക്കുള്ള തോരൻ വെക്കാനുള്ള ബീൻസൊക്കെ പറിക്കാമെന്ന് പറയുമ്പോൾ, കാരണം ഇത് കുറേ നിലത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് കാണാതെ കിടന്ന് പോയതാണെന്ന് തോന്നുന്നു. അപ്പം ആ പയറുകളൊക്കെ പറിച്ചെടുത്തു. എന്താ പറയുന്നത്, നല്ല നീളമുള്ളൊരു പയറുണ്ടായിരുന്നു കേട്ടോ. അച്ചിങ്ങ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നേരം പച്ചക്കറിക്കകത്തൂടെയൊക്കെ നടക്കാറുണ്ട് രാവിലെ. അവിടെയും കുറച്ച് പയറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താ പറയുന്നത്, മഴ പെയ്ത് കഴിഞ്ഞതുകൊണ്ട് മൊത്തം കുറച്ച് ചെള്ളയൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെ അട്ടയുണ്ട് കേട്ടോ. അട്ടയെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ തോട്ടപ്പുഴു എന്നൊക്കെ പറയും. അത് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു അലർജി പോലെയാണ്, ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ പേടിച്ച ഇതുവഴി നടക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട് നമുക്കിവിടെ. കുറച്ച് കൃഷികളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് കൃഷികളുണ്ട്. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് ഇപ്പം അത്യാവശ്യം നല്ല തളിർത്ത് കയറി വന്നു. ഭയങ്കര വെയിലായിരുന്നല്ലോ, അതുകൊണ്ട് കുറേ അധികം പോയായിരുന്നു. ഇപ്പം പിന്നെയും കുറച്ച് തളിർത്തൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം തക്കാളിയും ബീൻസും മുളകും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. അത് തന്നെ വളരെ സന്തോഷമാണ്. കാരണം വിഷമില്ലാതെ പച്ചക്കറി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള. അപ്പോഴാണ് ഒരു പുതിയൊരു കീടത്തെ കണ്ടത് കേട്ടോ. ഇനി അത് മിക്കവാറും നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ പച്ചക്കറിയൊക്കെ പറിച്ചു. രാവിലെ ഒരുപാട് പണികൾ തീർക്കാനുണ്ട്, ജോലിക്കൊക്കെ പോകണ്ടേ. അയ്യോ, പക്ഷേ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. ഞാൻ പാവയ്ക്ക പറിക്കുന്ന വീഡിയോ മാത്രം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.